ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് കേട്ടോ. അബുദാബിയിലുള്ള ഒരു വെടിക്കെട്ട് കാണാനാണ് സുഹൃത്തുക്കളെ നമ്മൾ പോകുന്നത്. അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മാറ്റി റെഡിയായി. നമ്മൾ ഷബീറും രാജേഷും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി ഒരു 10 മണിക്ക് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. അവിടെ എത്താൻ കഴിയുമോ എന്നുള്ള സംശയമായിരുന്നു, കാരണം നല്ല ട്രാഫിക് ആയിരിക്കും. പുറത്ത് വല്ല മഞ്ഞും തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷബീറും രാജേഷും വന്ന് ഞങ്ങൾ അങ്ങോട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് ഓണ വഴിക്ക് നല്ല ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ദൂരെ കാണുന്ന കണ്ടോ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് 50 ദിർഹംസാണ് ചാർജ് ഈടാക്കുന്നത്. നമുക്കിപ്പോ ഈ സമയത്ത് അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തെവിടെയും പാർക്കിംഗ് കിട്ടുമെന്ന് അന്വേഷിച്ചിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ കുറെ ആളുകൾ വന്നിട്ട് അവിടെ തമ്പടിച്ചൊക്കെ ഉണ്ടായിരുന്നു. കുറെ ടെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവര് രാവിലെ തന്നെ വന്നിട്ട് സ്ഥലം പിടിച്ച പോലെ ഉണ്ട്. വണ്ടി നിർത്താൻ ഒരു ഗ്യാപ്പ് പോലും അതിന്റെ ആ ഭാഗത്തേക്ക് അടുക്കാനും കൂടി പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോഡിന്റെ ഇപ്പുറത്തെ സൈഡ് പോകാനൊരു എളുപ്പത്തിനൊരു പാർക്ക്. അതിന്റെ അടിയിലാണ് 2 ഡ്രോണുകളൊക്കെ പറന്നിട്ട് ഇങ്ങനെ ആകാശത്ത് കൂടെ കളി. ഈ കാണുന്നൊക്കെ പറമ്പിൽ ടെന്റ് അടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങനെ ടൈമിന് വേണ്ടിയിട്ട് കാത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡ്രോണുകൾ മേലോട്ട് പൊങ്ങിയിട്ട് കുറെ ഐറ്റംസ് കാണിക്കാൻ തുടങ്ങി. റോഡിന്റെ കുറച്ച് ഇപ്പുറത്താവുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ കാണാൻ ക്യാമറയിൽ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ക്ലിയർ. നേരത്തെ പറഞ്ഞ 2 ഡ്രോണുകൾ തീപ്പൊരിയൊക്കെ പറത്തിയിട്ട് അതിനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇതിന് മാത്രം തീപ്പൊരി ഇത് ഈ ഡ്രോണിന്റെ അകത്ത് എവിടെ വെച്ചിട്ടാണ് ഇവർ പൊട്ടിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ UAE ഭരണാധികാരിയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഡ്രോൺ കൊണ്ട് പറത്തി പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഡ്രോൺ കൊണ്ടുള്ള വേറെ സംഭവങ്ങളൊക്കെ അവർ കാണിച്ചു തരാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ഉൽക്ക് വരുന്ന പോലെ 2 ഡ്രോണുകൾ കൊടുത്തിട്ട് ഇങ്ങനെ തീപ്പൊരി പറത്തുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് അൽവത്തുബ ഹിൽസിലാണ് കേട്ടോ. അതാണ്ട് അൽവത്തുബ എന്നൊക്കെ എഴുതി കാണിക്കും. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് കേട്ടോ. അത് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരുടെ. നേരെ കറക്റ്റ് 12 മണിയപ്പോ തന്നെ നമ്മുടെ വെടിക്കെട്ട് തുടങ്ങിയിട്ടാ. ഭയങ്കര സംഭവമായിരുന്നു. ശരിക്കും നമ്മൾ അതിന്റെ താഴെ പോയിട്ട് കാണണം, എന്നാൽ അതിന്റെ ഒരു ത്രില്ല് കിട്ടുള്ളൂ. ഞാനവിടെ എല്ലാരും തിരിച്ചേ സംഭവം 1.5 മണിക്കൂറാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് നോക്കിയിരുന്ന് നമുക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടാ. ശരിക്കും നമുക്ക് ഇതിന്റെ താഴെ പോയി എന്നുള്ളതാണ് അതിന്റെ നല്ലൊരു ഭംഗി ആസ്വദിക്കാൻ കഴിയുള്ളൂ. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ട ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സംഭവം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ആളുകൾ സ്കൂട്ടായി തുടങ്ങിട്ടോ. അതുവരെ റോട്ടിൽ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ തിരക്കൂടി വണ്ടികളായി ബഹളായി. ഞങ്ങളുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങിയിട്ടാ. സംഭവം എടുത്ത് പെട്ടെന്ന് സ്കൂട്ടായിട്ടില്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ പോണ ടൈമില്. പിന്നെ നല്ല ബിസി ആയിരിക്കും റോഡ്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. അവിടെ ഞങ്ങൾ നേരെ വന്നത് മുസഫിക്കാണ്. മുസഫ നമ്മുടെ ജിമ്മി വർക്കർ വില്ലേജില് നേരം ഫ്രണ്ടിൽ തന്നെ വരുന്ന ഡിസേർട്ട് പാലസിലാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇവിടെ 24 hours ആണ് ഇത്ര ഷോപ്പ്. നമ്മളിവിടെ എത്തിയപ്പോ 2 മണിയായിരിക്കും കേട്ടോ. ഈ ഷോപ്പ് 24 hours ആണ്. പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു ചായ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ലൈറ്റ് ആയിട്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഡബിൾ ഓംപ്ലേറ്റും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത്. സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.